നമസ്തേ. നമ്മളിന്ന് ആഴ്ചഫലമാണ് നോക്കുന്നത്. ഡിസംബർ 24 മുതൽ 30 വരെയുള്ള ഒരാഴ്ചത്തെ ആഴ്ചഫലം. ശുക്രൻ 28-ാം തീയതി രാത്രി കുംഭം രാശിയിലേക്ക് മാറുന്നുണ്ട്. വേറെ ഗ്രഹങ്ങൾക്കൊന്നും മാറ്റമില്ല. ആദ്യം മേടക്കൂറുകാരുടെ കാര്യം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം. അവർക്ക് രണ്ടാം ഭാവത്തിൽ ഇപ്പോൾ വ്യാഴം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രവൃത്തി ഗുണം ഉള്ള സമയമാണ്. ധനലാഭം ഒക്കെയുള്ള സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് ഗുണമുള്ള സമയമാണ്. കർമ്മമേഖലയിൽ ഒരു ഊർജ്ജസ്വലതയും കർമ്മമേഖല പുഷ്ടിപ്പെടാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം 12-ാം ഭാവാധിപനായതുകൊണ്ട് ചിലവുകൾ ശ്രദ്ധിക്കുക. അപ്രതീക്ഷിത ധനച്ചിലവുകൾ വരും. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. 4-ാം ഭാവത്തിൽ ഇപ്പോഴും ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുടുംബജീവിതത്തിൽ, കുടുംബ ബന്ധങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. വാക്കുകൾ, പ്രവൃത്തികൾ ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ മാതൃസംബന്ധമായിട്ട് അത്ര അനുകൂലമല്ല. മാതൃക്ലേശം, മാതൃസ്ഥാനീയർ ഇവർക്കൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ, അല്ലെങ്കിൽ മാതാവുമായിട്ട് കലഹങ്ങൾ, മാതൃസ്ഥാനീയരൊക്കെ ആയിട്ട് കലഹങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ശ്രദ്ധിക്കുക. പിന്നെ കുടുംബത്തിൽ സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാം. ധനച്ചിലവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ കുടുംബത്തിലുണ്ടാകാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അനാരോഗ്യപരമായ കാര്യങ്ങൾ ഉണ്ടാകാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ അപ്പോൾ ശ്രദ്ധിക്കുക. ശുക്രൻ ഇപ്പോൾ 10-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. അത് 11-ാം ഭാവത്തിലേക്ക് മാറും 28-ന് രാത്രി. അപ്പോൾ അത് അനുകൂലമായിരിക്കും. 10-ാം ഭാവത്തിലെ ശുക്രനേക്കാൾ എപ്പോഴും 11-ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അനുകൂലമായിരിക്കും. അടുത്ത ഇടവക്കൂറുകാരുടെ കാര്യമാണ്. ഇടവക്കൂറ് എന്ന് പറഞ്ഞാൽ കാർത്തികയുടെ അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ്. അവർക്ക് ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അത്ര അനുകൂലമായതൊന്നുമല്ല ലഗ്നത്തിലെ വ്യാഴം സഞ്ചാരം. എങ്കിലും 7-ാം ഭാവത്തിൽ ബുധനുണ്ട്. അപ്പോൾ അപ്രതീക്ഷിത ധനലബ്ധിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാകാവുന്ന സമയമാണ്. വിദേശവുമായി ബന്ധപ്പെട്ട് ഗുണമുള്ള സമയമാണ്. ഉല്ലാസയാത്രകൾ നടത്താവുന്ന സമയമാണ്. എങ്കിലും പങ്കാളിക്ക് ചില ശാരീരിക ക്ലേശങ്ങളും ഉണ്ടാവും. അത് ശ്രദ്ധിക്കുക. ബന്ധുഗുണമൊക്കെ ഉള്ള സമയമാണ്. എങ്കിലും 3-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോഴും സഹോദരങ്ങൾ, മിത്രങ്ങൾ ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ. സഹോദരങ്ങൾക്ക് ഗുണമാണ്. എങ്കിലും സഹോദരങ്ങൾ അല്ലെങ്കിൽ മിത്രങ്ങളൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ വരാവുന്ന സമയമാണ്. പിന്നെ മേലാധികാരികളൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങളുണ്ടാകാം, കലഹങ്ങളുണ്ടാകാം. കർമ്മരംഗത്ത് ചില ദുരിതാനുഭവങ്ങളും, കർമ്മരംഗത്ത് നേട്ടങ്ങൾ വരാമെങ്കിലും ചില ദുരിതാനുഭവങ്ങളും കൂടി ലഗ്നവ്യാഴം തരും എന്നുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. ശത്രുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില മാനസിക വിഷമങ്ങളും അനുഭവിക്കുന്ന സമയമാണ് ഈ ലഗ്നത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ. എങ്കിലും 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സർപ്പവും ഗുണമാണ്. ധനലബ്ധിയും വിദേശവുമായി ബന്ധപ്പെട്ടുള്ള ഗുണമൊക്കെ ഉണ്ടാകും. പിന്നെ പിതൃക്ലേശം, പിതാവുമായി ബന്ധപ്പെട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ, പിതൃക്ലേശങ്ങൾ ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ആരോഗ്യപരമായിട്ട് കണ്ണിന് എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം. ശ്വാസകോശ സംബന്ധമായിട്ട് അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാം. നേത്രരോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ ഇതൊക്കെ വരാവുന്ന സമയമാണ് ഇടവക്കൂറുകാർക്ക്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത മിഥുനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം 24 തീയതി മുതൽ 30-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലം. മകീരം അവസാന പകുതി, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് മിഥുനക്കൂറ്. 6-ാം ഭാവത്തിൽ ബുധനും ഒക്കെ സഞ്ചരിക്കുന്ന സമയമാണ്. 12-ൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈശ്വരാധീനക്കുറവ് എപ്പോഴും ഉള്ള സമയമാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ.
വരവിനേക്കാൾ ചിലവും ഉണ്ടാകുന്ന സമയമാണ്. വരവിനേക്കാൾ ചിലവ് ചെയ്ത് സാമ്പത്തിക വരുത്താവുന്ന സമയമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. ധനലബ്ധിയൊക്കെ ഉണ്ടാകും, പ്രവർത്തനങ്ങളിൽ ഗുണമുണ്ടാകും, സ്ഥാനപ്രാപ്തിയും ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. എങ്കിലും ഷാഠ്യബുദ്ധി ഒന്ന് കുറയ്ക്കുക. കുടുംബാംഗങ്ങളുമായുള്ള വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം, അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അടുത്ത ഒരാഴ്ച 9ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ പിതൃദുരിതം, പിതൃസ്ഥാനീയരൊക്കെ ആയിട്ട് കലഹം, പ്രവൃത്തികളിൽ അലസത, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പിന്നെ 2ാം ഭാവത്തിൽ ചൊവ്വ നീചരാശിയിൽ സഞ്ചരിക്കുകയാണ്. കർക്കിടകത്തിൽ ചൊവ്വയ്ക്ക് അത്ര പ്രശ്നമില്ലെങ്കിലും നമ്മുടെ പ്രവൃത്തികളിൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരും എന്നുള്ളത് വളരെ ശ്രദ്ധിക്കുക. എന്ത് ചെയ്താലും ചില വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വരും. വീട് വിട്ട് മാറി താമസിക്കേണ്ടി വന്നേക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. 4ാം ഭാവത്തിൽ കേതുവാണ്, അത്ര അനുകൂലമല്ല. കുടുംബത്തിൽ സ്വന്തം വാക്കും പ്രവൃത്തിയും മൂലം കുടുംബാന്തരീക്ഷത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകാവുന്ന സമയമാണ്. മാതൃപിതൃ ദുരിതം ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് മാതാവിന് ചില ശാരീരിക അസ്വസ്ഥതകളൊക്കെ വരാവുന്ന സമയമാണ്. ആരോഗ്യരംഗത്താണെങ്കിൽ ഹൃദയരോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടിക്കൊണ്ടിരിക്കും. അടുത്തത് കർക്കിടകൂറുകാരുടെ ഒരാഴ്ചത്തെ ഫലം. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം പൂയമായില്യം നക്ഷത്രക്കാരാണ് കർക്കിടകൂറ്. അവർക്ക് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ പോലെ ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. ശാരീരിക അരിഷ്ടതകൾ, ഉത്കണ്ഠ, ഭയം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. ലഗ്നത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ കുറച്ച് അഹങ്കാരമൊക്കെ കൂടും, പൊള്ളലേൽക്കാം, മുറിവേൽക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലഗ്നത്തിൽ ചൊവ്വ തരും. അതൊക്കെ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ദേഷ്യം വരാം. 9ാം ഭാവത്തിൽ സർപ്പവും ഒക്കെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ പിതൃസ്ഥാനീയരൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, പിതൃക്ലേശങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. 3ാം ഭാവത്തിലെ കേതു സഹോദരസ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല. എങ്കിലും ധനപരമായിട്ട് 3ാം ഭാവത്തിലെ കേതു ഗുണം ചെയ്യും. കർമ്മഗുണം ഒക്കെ ഉണ്ടാകും. ലഗ്നത്തിലെ ചൊവ്വ സഞ്ചരിക്കുന്നത് കൊണ്ട് കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിട്ടതിന് ശേഷം മാത്രമാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. എങ്കിലും 5ാം ഭാവത്തിലെ ബുധൻ സന്താന ഗുണം ഒക്കെ ഉണ്ട്. എങ്കിലും സന്താന സ്ഥാനീയരിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങളും അല്ലെങ്കിൽ അവരെയൊക്കെ വേർപിരിഞ്ഞ് നിൽക്കേണ്ടി വരിക, അവരെ ചൊല്ലി വിഷമിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്കിലും കുറച്ച് ഊർജ്ജസ്വലതയൊക്കെ കൂടുന്ന സമയമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ജലത്തിലൂടെയുള്ള യാത്രയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ചില അപകടങ്ങളൊക്കെ, കാരണം ലഗ്നത്തിൽ ചൊവ്വയാണ്. അപ്പോൾ ജലത്തിലൂടെയുള്ള ചില യാത്രകളൊക്കെ വളരെ സൂക്ഷിച്ച് ശ്രദ്ധയോടെ കൊണ്ടുപോകണം, മുന്നോട്ട് കൊണ്ടുപോകണം. കാരണം ഊർജ്ജസ്വലതയൊക്കെ കൂടുന്ന സമയമാണ്. അപ്പോൾ യാത്രകൾ, സാഹസിക പ്രവൃത്തികളിലൊക്കെ താല്പര്യം കൂടാം. ലഗ്നത്തിൽ ചൊവ്വ അങ്ങനെ ഒരു സംഭവം തരും. അപ്പോൾ ജലത്തിലൂടെയുള്ള യാത്രകളിലൊക്കെ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. എങ്കിലും 11ലെ വ്യാഴം ഒരു ഈശ്വരാധീനം തരും. 11ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. ദുരിതത്തിൽ നിന്നൊക്കെ കരകയറ്റിക്കൊണ്ട് പോരാൻ സഹായിക്കുകയും ചെയ്യും. അടുത്തത് ചിങ്ങക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ചിങ്ങക്കൂറ്. അവർക്ക് വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം 2ാം ഭാവത്തിൽ കേതു സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ്. എങ്കിലും വീടുമായി ബന്ധപ്പെട്ട ഐശ്വര്യം, ധനവരവ്, ഇതൊക്കെ ഉള്ള സമയം തന്നെയാണ് ചിങ്ങക്കൂറുകാർക്ക്. പ്രവൃത്തി ഗുണവും അതിനനുസരിച്ചുള്ള ധനവരവും ഒക്കെ ഉണ്ടാകും. ശ്രദ്ധിക്കേണ്ടത് 12ാം ഭാവത്തിലെ ചൊവ്വയാണ്. സഹോദരസ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല. പിന്നെ ഇവർക്ക് തന്നെ മുറിവ്, ചതവ്, ഒടിവ്, ദേഹാരിഷ്ടതകൾ, തൊഴിൽ രംഗത്ത് അപകടങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ ഉണ്ടാകാം. അതൊക്കെ ശ്രദ്ധിക്കുക. തൊഴിൽ രംഗത്തൊക്കെ അങ്ങനെയുള്ള തൊഴിലൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലവുകൾ, കാരണം ചിലവുകൾ വർദ്ധിക്കുന്ന സമയമാണ്. അത് പെട്ടെന്നുള്ള യാത്രകളിലൂടെയാവാം, അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും അറ്റകുറ്റപ്പണിയൊക്കെ നടക്കുന്നതിലൂടെയാവാം. എങ്കിലും അംഗീകാരങ്ങൾ ഒക്കെ കിട്ടുന്ന സമയം തന്നെയാണ് ചിങ്ങക്കൂറുകാർക്ക്. 10ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. അത്ര അനുകൂലമല്ല. കർമ്മരംഗത്ത് തൃപ്തിക്കുറവും, എപ്പോഴും മാറ്റം വേണമെന്നുള്ളൊരു തോന്നലും,
ഇപ്പോൾ ഒരു തൊഴിൽ ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാറി നിന്നാലോ എന്നൊക്കെ വേറെ തൊഴിൽ ചെയ്യാം എന്നൊക്കെ തോന്നുന്ന ഒരു സംഭവമൊക്കെ 10ാം ഭാവത്തിലെ വ്യാഴം തരും. ഇപ്പോൾ അതിന് അനുകൂലമായ സമയമൊന്നും അല്ല എന്ന് മനസ്സിലാക്കുക. കാരണം അഷ്ടമത്തിലെ സർപ്പം, 12ാം ഭാവത്തിലെ ചൊവ്വ എപ്പോഴും ഒരു ഭയം, ഉത്കണ്ഠ ഇതൊക്കെ തരുന്നതാണ്. വ്യക്തിത്വത്തെ തെറ്റിദ്ധരിക്കപ്പെടുന്ന മറ്റുള്ളവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന വിധത്തിലുള്ള മാനഹാനി ഇതൊക്കെ സംഭവിക്കാവുന്ന സമയമാണ്. പിന്നെ വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 2ാം ഭാവത്തിലെ കേതുവാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വാക്ക് വളരെ ശ്രദ്ധിക്കുക. കേസുകളിൽ ചെന്ന് പെടാവുന്ന സമയമൊക്കെയാണ്. അപകടങ്ങൾ, അലർജി രോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പ്രത്യേകിച്ച് ചിങ്ങക്കൂറുകാർക്ക് കണക്ക് കൂട്ടലുകളിൽ നിന്നൊക്കെ നമ്മൾ കണക്ക് കൂട്ടി വച്ചിരിക്കുന്നതൊക്കെ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു കാലതാമസം ഒക്കെ ഉണ്ടാകാം. അത് ധനപരമായ കാര്യങ്ങളിലാവാം, ദാമ്പത്യ ജീവിതത്തിലാവാം, പ്രണയത്തിലൊക്കെ ആവാം. അങ്ങനെ നമ്മൾ കണക്ക് കൂട്ടി വച്ചിരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ നടക്കാവുന്ന സമയമല്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്നുള്ള ദേഷ്യവും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് വേണം മുന്നോട്ട് പോകാൻ. അടുത്ത കന്നിക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. 6ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. 11ാം ഭാവത്തിൽ ചൊവ്വയും സഞ്ചരിക്കുകയാണ്. 9ാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഗുണമാണ് അവർക്ക്. ധനപരമായിട്ട് ഒന്നിൽ കൂടുതൽ മാർഗങ്ങൾ ഉണ്ടാകാം, പ്രവൃത്തി ഗുണം ഉണ്ടാവാം, ഈശ്വരാധീനമുള്ള സമയമാണ്. എങ്കിലും ദൃഢനിശ്ചയം പല അപകടങ്ങളിലും കൊണ്ട് ചാടിക്കുന്നുള്ളതിനാൽ ശ്രദ്ധിക്കുക. തീരുമാനങ്ങളൊക്കെ ഉറച്ചതായിരിക്കും. യാത്രാ ഗുണം ഉണ്ടാകും. ലഗ്നത്തിലെ കേതുവാണ്. അപ്പോൾ ആലസ്യം ഉണ്ടാവും, അത് വിട്ടൊഴിയില്ല. 7ാം ഭാവത്തിൽ സർപ്പവുമാണ്. അപ്പോൾ ദാമ്പത്യത്തിൽ ചില വിള്ളലുകൾ, രഹസ്യ സ്വഭാവങ്ങൾ കാരണം ചില വിള്ളലുകൾ, ഗുഹ്യരോഗങ്ങൾ, അലർജി രോഗങ്ങൾ, ത്വക്ക് രോഗങ്ങൾ. ലഗ്നത്തിലെ കേതു ഉള്ള കാരണമുണ്ട് മറ്റുള്ളവരൊന്നും പറയുന്നത് ശ്രദ്ധിക്കില്ല. അഹങ്കാരം വർദ്ധിക്കുന്ന സമയമാണ്. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക കന്യക്കൂറുകാർ. അവർക്ക് ഈ 9ാം ഭാവത്തിൽ വ്യാഴം ഉള്ളതുകൊണ്ട് ഈശ്വരാധീനമുണ്ട്. അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ആരോഗ്യരംഗത്ത് ചെറിയ ചെറിയ രീതിയിലുള്ള ലക്ഷണങ്ങളെ അവഗണിക്കാതിരിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ ബന്ധങ്ങളൊക്കെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുക. അങ്ങനെ മുന്നോട്ട് പോവുക. അടുത്തത് തുലാക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. ചിത്തിരയുടെ അവസാന പകുതി, ചോതി വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗമാണ് തുലാക്കൂറ്. ഇപ്പോൾ 4ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാണ്. അത് 28 രാത്രി 5ാം ഭാവത്തിലേക്ക് മാറും. പ്രശ്നങ്ങളൊന്നുമില്ല. ധനലാഭവും കുടുംബ ഐശ്വര്യവും വീടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഗുണമൊക്കെ ഉള്ള സമയമാണ്. 2ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുകയാണ്. അതും ഗുണമുള്ള സമയമാണ്. കർമ്മരംഗത്ത് ഗുണവും അംഗീകാരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഗുണമുള്ള സമയമാണ്. 10ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ കൊടുക്കൽ വാങ്ങലിൽ വളരെയധികം ശ്രദ്ധിക്കുക. വീട്ടിൽ ഒരാൾക്ക് കൊടുക്കുന്നത് എല്ലാവരും അറിഞ്ഞിട്ട് തന്നെ ചെയ്യുക. രഹസ്യമായ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. കാരണം വഞ്ചിക്കപ്പെടാവുന്ന സമയമാണ്. കാരണം 2ഉം 7ഉം ഭാവാധിപനാണ്, നീചരാശിയിലാണ് സഞ്ചരിക്കുന്നത്. സാമ്പത്തിക ഗുണമൊക്കെ ഉണ്ടാവുമെങ്കിലും സാമ്പത്തികപരമായ കാര്യങ്ങളിലൊക്കെ വഞ്ചിക്കപ്പെടാം. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാം. പിന്നെന്താണെന്ന് വെച്ചാൽ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്, കാരണം അഷ്ടമത്തിൽ വ്യാഴം സഞ്ചരിക്കുകയാണ്. എന്ത് കാര്യത്തിൻ്റെയും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവസാന നിമിഷം വരെ ഉത്കണ്ഠ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഉത്കണ്ഠയോടുകൂടി കാത്തിരിക്കേണ്ടി വരും. തടസ്സങ്ങൾ, ഉത്കണ്ഠയും ഒക്കെ ഉണ്ടായതിന് ശേഷമാണ് കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. എങ്കിലും പ്രവർത്തന മേഖലകളിൽ ഗുണമാണ്. ധനവർദ്ധനവും ഒക്കെ ഉണ്ടാകും. ശത്രുക്കളുടെ ഇടപെടലുകളെയൊക്കെ അല്ലെങ്കിൽ വിമർശനങ്ങളെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാനും തുലാക്കൂറുകാർക്ക് കഴിയും. അഷ്ടമത്തിലെ വ്യാഴം ശ്രദ്ധിക്കുക. വാഹനം കൈകാര്യം ചെയ്യുമ്പോഴും വാക്കുകൾ ഉപയോഗിക്കുമ്പോഴുമൊക്കെ നമുക്ക് ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഭാഗ്യഹാനിയൊക്കെ സംഭവിക്കുന്ന സമയമാണ് അഷ്ടമത്തിലെ വ്യാഴം. അത് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കയ്യിലെത്തും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കൃത്യമായ സമയത്ത് കയ്യിലെത്താത്ത ഒരവസ്ഥയും സാഹചര്യവും ഒക്കെ ഉണ്ടാകും. അതൊക്കെ ശ്രദ്ധിച്ച് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് നാമജപാദികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ട് പോവുക. അടുത്ത വൃശ്ചികക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലമാണ്. വിശാഖത്തിൻ്റെ അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ടയാണ് വൃശ്ചികക്കൂറ്. അവർക്ക് ജന്മത്തിൽ ബുധൻ സഞ്ചരിക്കുകയാണ്. ഗുണമുള്ള സമയമാണ്. ഊർജ്ജസ്വലതയൊക്കെ കൂടുന്ന സമയമാണ്.
11ാം ഭാവത്തിലെ കേതുവും സാമ്പത്തികമായിട്ട് ഗുണമാണ്. പ്രവർത്തനങ്ങളിൽ കാര്യക്ഷമത ഒക്കെ ഉണ്ടാകും. 7ാം ഭാവത്തിൽ വ്യാഴമാണ്. അപ്പോൾ തൊഴിൽ രംഗത്താണെങ്കിലും ഒരു ഈശ്വരാധീനമൊക്കെ ഉള്ള സമയമാണ്. എങ്കിലും 9ാം ഭാവത്തിൽ ചൊവ്വയും 5ാം ഭാവത്തിലെ സർപ്പവും ഒക്കെ ശ്രദ്ധിക്കാം. ഇപ്പോൾ 3ാം ഭാവത്തിലാണ് ശുക്രനും, അത്ര അനുകൂലമല്ല. 28ാം തീയതിക്ക് ശേഷമാണ് അത് 4ലേക്ക് വരുള്ളൂ. എങ്കിലും 3ാം ഭാവത്തിൽ ശുക്രൻ അത്ര ദോഷം ചെയ്യില്ല. ഇത് ശ്രദ്ധിക്കേണ്ടത് 4ാം ഭാവത്തിൽ ശനിയാണ്. അപ്പോൾ മാതൃസ്ഥാനീയർക്ക് അത്ര അനുകൂലമല്ല. കുടുംബത്തിൽ ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, കുടുംബത്തിലെ കാര്യങ്ങളിലൊക്കെ കാലതാമസങ്ങൾ, വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ 5ാം ഭാവത്തിലെ കേതു എന്ന് പറയുമ്പോൾ സന്താനസ്ഥാനീയർക്ക് ശാരീരിക ക്ലേശങ്ങൾ, സന്താനസ്ഥാനീയരുമായിട്ട് ചില വാക്ക് തർക്കങ്ങൾ. എങ്കിലും 7ാം ഭാവത്തിൽ വ്യാഴമാണ്, ഗുണമാണ്. നിവൃത്തി സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുമ്പോൾ കർമ്മ മേഖലയിൽ ദോഷമൊന്നും ചെയ്യില്ല, ഗുണം തരും. ഒരു ഈശ്വരാധീനം ഉള്ള സമയം തന്നെയാണ്. സന്താനസ്ഥാനീയരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പ്രത്യേകിച്ച് കുടുംബത്തിൽ 4 ശനി സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ മാതാവിന് ഒക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്ലേശങ്ങൾ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. അടുത്ത ധനുക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. മൂലം, പൂരാട, ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് ധനുക്കൂറ്. അവർക്കിപ്പോൾ ശുക്രൻ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു, അത് 3ലേക്ക് മാറും. ഇപ്പോൾ വാക്കുകൾ മൂലം പുതിയ സൗഹൃദങ്ങൾ, വാക്കുകൾ മൂലം നല്ല അനുഭവങ്ങൾ, മേലാധികാരികളുടെ പ്രശംസ, അഭിപ്രായങ്ങൾക്ക് അംഗീകാരം, വ്യക്തിത്വ ഗുണം, കർമ്മപ്രാപ്തി, കുടുംബപ്രാപ്തി, ഇതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഉള്ള സമയമാണ്. എങ്കിലും ശ്രദ്ധിക്കേണ്ടത് 4ാം ഭാവത്തിലെ സർപ്പമാണ്. വാക്കും പ്രവൃത്തിയും വളരെയധികം ശ്രദ്ധിക്കുക. നമ്മളെന്ത് ചെയ്താലും ചില പരിഹാസങ്ങൾ കർമ്മരംഗത്തു നിന്നായാലും കുടുംബത്തിൽ നിന്നായാലും ഒക്കെ കേൾക്കേണ്ടി വരും എന്നുള്ളത് മനസ്സിൽ വച്ചിട്ട് വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അഷ്ടമത്തിലെ ചൊവ്വയും പെട്ടെന്നുള്ള ദേഷ്യം ഉണ്ടാക്കും. ചില ആരോഗ്യ പ്രശ്നങ്ങൾ അതുമൂലം ചിലവ് വർദ്ധിപ്പിക്കുക, ഷാഠ്യബുദ്ധി കൂട്ടാം, ഇതൊക്കെയുള്ള കാര്യങ്ങളുണ്ടാവും. ഷാഠ്യബുദ്ധി മൂലം ചില പ്രശ്നങ്ങൾ ദാമ്പത്യത്തിലായാലും കുടുംബത്തിലായാലും ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. കൂട്ടുകാരുടെ ഇടയിലായാലും ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ വലിയ പ്രശ്നങ്ങളാകുന്ന സമയം കൂടിയാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. കുടുംബാന്തരീക്ഷത്തിൽ ചില അസ്വസ്ഥതകൾ, കാരണം 4ാം ഭാവത്തിലെ സർപ്പം കുടുംബജീവിതത്തിൽ ചില അസ്വസ്ഥതകൾ തരും, അത് ശ്രദ്ധിക്കുക. വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കുക. മാതാവിന് അത്ര അനുകൂലമല്ല, മാതൃക്ലേശം ഉണ്ടാവും. 10ാം ഭാവത്തിലെ കേതു സഞ്ചരിക്കുന്ന സമയത്ത് കർമ്മരംഗത്ത് ചില ആളുകളുടെ ഇടപെടലുകൾ മൂലം ശത്രുതാപരമായ ചില കാര്യങ്ങൾ നേടേണ്ടി വരും. അതുമൂലം കർമ്മരംഗത്ത് ചില വൈഷമ്യങ്ങളും അനുഭവിക്കേണ്ടി വരും. എങ്കിലും 3ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സ്ഥിരോത്സാഹവും ഊർജ്ജസ്വലതയും ഇതൊക്കെ നൽകി മുന്നോട്ട് കൊണ്ടുപോകും. ഏത് തരത്തിലുള്ള ജീവിത പ്രതിസന്ധികളായാലും അതിൽ നിന്നൊക്കെ കരകയറ്റിക്കൊണ്ട് പോരുക തന്നെ ചെയ്യും ധനുക്കൂറുകാർ. അടുത്ത മകരക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. ഉത്രാടത്തിൻ്റെ അവസാന 3/4 ഭാഗം, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ്. അവർക്ക് 5ാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ സന്താന ഗുണമുള്ള സമയമാണ്. സന്താനങ്ങളിൽ നിന്ന് നല്ല അനുഭവങ്ങളുള്ള സമയമാണ്. അവരുടെ സഹായങ്ങളൊക്കെ കിട്ടാവുന്ന സമയമാണ്. ഒരു ഭാഗ്യം എപ്പോഴും തുണയ്ക്കുന്ന സമയമാണ്. ഊർജ്ജസ്വലത, പ്രവർത്തനങ്ങളിൽ ഊർജ്ജസ്വലത ഉണ്ടാകും. സ്ഥിരോത്സാഹം ഉണ്ടാകും. ധനഭാഗ്യം ഉണ്ടാകും. എങ്കിലും ദൃഢനിശ്ചയവും പിടിവാശിയും ചില അല്ലറ ചില്ലറ പ്രശ്നങ്ങളിലൊക്കെ മകരക്കൂറുകാരെ കൊണ്ട് ചെന്ന് ചാടിക്കുകയും ചെയ്യും. കാരണം 7ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ ലഗ്നത്തിൽ ശുക്രൻ സഞ്ചരിക്കുകയാണ്. ധനപരമായിട്ട് ഗുണവും തൊഴിൽ ഗുണവും കലാസാഹിത്യാദി രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ഗുണമാണ്. അത് 2ലേക്ക് മാറുമ്പോഴും ഗുണം തന്നെയാണ്. ഇവർ ശ്രദ്ധിക്കേണ്ടത് 9ാം ഭാവത്തിലെ കേതുവാണ്. പിതൃക്ലേശം, പിതൃസ്ഥാനീയരുമായിട്ട് കലഹങ്ങൾ. പിന്നെ 7ാം ഭാവത്തിലെ ചൊവ്വ ശാരീരിക അരിഷ്ടതകൾ, ചില യാത്രകൾ മാറ്റിവെക്കപ്പെടുക. പിന്നെ ജീവിത പങ്കാളിക്ക് ദുരിതങ്ങൾ, കൂട്ടു സംരംഭങ്ങൾ നടത്തുന്നതിൽ വാക്ക് തർക്കങ്ങൾ, ഇതൊക്കെ നൽകും 7ാം ഭാവത്തിലെ ചൊവ്വയും 9ാം ഭാവത്തിലെ കേതുവും. എങ്കിലും 5ാം ഭാവത്തിലെ വ്യാഴമാണ്, പൂർവ്വ പുണ്യസ്ഥാനത്ത് വ്യാഴമാണ്. ഈശ്വരാധീനം ഉള്ള സമയം തന്നെയാണ്. അതുകൊണ്ട് പ്രതിസന്ധികളിൽ നിന്നൊക്കെ കരകയറി മുന്നോട്ട് പോരാനും മകരക്കൂറുകാർക്ക് സാധിക്കും.
അടുത്ത കുംഭക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. അവിട്ടത്തിൻ്റെ അവസാന പകുതി, ചതയം പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ്. അവർക്ക് 6-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നത് അനുകൂലമാണ്. പിന്നെ 4-ാം ഭാവത്തിൽ വ്യാഴമാണ്, അതും അത്ര ദോഷം ചെയ്യില്ല. വാഹനവുമായി ബന്ധപ്പെട്ടൊക്കെ ഗുണമാണ്, തൊഴിൽ ഗുണമാണ്. എങ്കിലും മാതാവിന് അത്ര അനുകൂലമായിരിക്കില്ല, അത് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പോൾ 12-ാം ഭാവത്തിലാണ് ശുക്രൻ സഞ്ചരിക്കൊണ്ടിരിക്കുന്നത്. അത് 28-ാം തീയതി ലഗ്നത്തിലേക്ക് വരും. അതൊക്കെ അനുകൂലമായ കാര്യങ്ങളാണ്. കർമ്മമേഖലയിൽ സ്വന്തം കഴിവ് ഉപയോഗപ്പെടുത്തിയിട്ട് മികവ് പുലർത്താനൊക്കെ കഴിയുന്ന സമയമാണ്. എങ്കിലും ലഗ്നത്തിൽ ശനിയാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്ക്. 2-ാം ഭാവത്തിൽ രാഹുവാണ്. അപ്പോൾ വാക്കുകൾ വളരെയധികം ശ്രദ്ധിക്കുക. നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കപ്പെട്ട് അപകടങ്ങൾ ഒക്കെ വരാവുന്ന സമയമാണ്. വാക്കുമൂലം അപകടങ്ങളൊക്കെ വരാവുന്ന സമയമാണ്. എടുത്തു ചാടി പ്രവർത്തിക്കുക, പറയുക, ഇതൊക്കെ 2-ലെ രാഹു നൽകുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിക്കുക. അങ്ങനെ ചില എത്ര പ്രിയപ്പെട്ടവർ പോലും ശത്രുക്കളാകുന്ന സമയം കൂടിയാണ്. അപ്പോൾ വാക്കുകൾ പ്രവർത്തികളൊക്കെ ശ്രദ്ധിക്കുക. കാരണം മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമൊക്കെ 2-ാം ഭാവത്തിൽ രാഹു സഞ്ചരിക്കുമ്പോൾ തരും. കർമ്മമേഖലയിലായാലും കുടുംബത്തിലായാലും ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കുക. അഷ്ടമത്തിലെ കേതുവാണ്. അപ്പോൾ എപ്പോഴും ഒരു ഭയം, ഉത്കണ്ഠ, ആശങ്കകൾ ഇതൊക്കെ വിട്ടൊഴിയാതെ നിൽക്കും. അകാരണമായ ഉത്കണ്ഠ, കാരണമൊന്നുമില്ലാതെ തന്നെ ചില ഉത്കണ്ഠകൾ തൊഴിൽ രംഗത്ത് കുടുംബത്തിലായാലും ഒക്കെ ഉണ്ടാവും. പിന്നെ ആരോപണത്തിന് വിധേയരാകാം. അതുകൊണ്ട് തന്നെ വാക്കുകൾ പ്രവർത്തികളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ആവശ്യമില്ലാതെ ഇടപെടാതിരിക്കുക. ഏറ്റവും വേണ്ടപ്പെട്ടവർ തന്നെ ശത്രുക്കളാകുന്ന സമയം കൂടിയാണ് കുംഭക്കൂറുകാർക്ക്. അതുതന്നെ നമ്മളെ മാനസികമായ വൈഷമ്യങ്ങൾക്ക് അടിമപ്പെട്ടേക്കാം. മാനസിക വിഷാദ രോഗം പോലെയുള്ള കാര്യങ്ങളൊക്കെ കൂടിയിട്ട് ആശുപത്രിവാസമൊക്കെ വേണ്ടി വന്നേക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാകാവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അതുകൊണ്ട് തന്നെ വാക്ക് പ്രവൃത്തി ഇതൊക്കെ ശ്രദ്ധിക്കുക. അവർക്ക് ധനലാഭവും തൊഴിൽ ഗുണവും ഒക്കെ ഉണ്ടാകുന്ന സമയം തന്നെയാണ്. എങ്കിലും ഒന്നിലെടുത്ത് ചാടി പ്രവർത്തിക്കാതിരിക്കുക. ചുറ്റും ശത്രുക്കൾ പ്രബലന്മാരാണ്. ചെറിയ കാര്യങ്ങൾ പോലും അവർ വലുതാക്കി കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന സമയമാണ്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഇനി അടുത്ത മീനക്കൂറുകാരുടെ അടുത്ത ഒരാഴ്ചത്തെ ഫലം. പൂരുരുട്ടാതിയുടെ അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ് മീനക്കൂറ്. ഇവർക്കിപ്പോൾ 11-ൽ ശുക്രൻ സഞ്ചരിക്കുകയാണ്. ഇപ്പോൾ ഗുണമാണ്. അത് 12-ലേക്ക് വരുമ്പോഴും അത്ര ദോഷം ചെയ്യില്ല. 9-ാം ഭാവത്തിൽ ബുധൻ സഞ്ചരിക്കുകയാണ്. 3-ാം ഭാവത്തിലെ വ്യാഴം എപ്പോഴും ഞാൻ പറയുന്നത് പോലെ ഭൗതിക സുഖങ്ങൾ കുറയ്ക്കും. പിന്നെ 5-ാം ഭാവത്തിൽ ചൊവ്വയാണ്. അനാവശ്യമായ ചിന്തകൾ, ഉത്കണ്ഠകൾ, സന്താനങ്ങൾക്ക് അത്ര നല്ലതല്ല. 5-ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അവർക്കും നല്ലതല്ല. അവരിൽ നിന്ന് ചില തിക്ത അനുഭവങ്ങൾ നമുക്കും ഉണ്ടാവും. നമ്മുടെ ചിലവൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. 7-ാം ഭാവത്തിൽ കേതുവും ലഗ്നത്തിൽ സർപ്പവും. അപ്പോൾ കുറച്ച് ഷാഠ്യബുദ്ധി കൂടും. അത് മനസ്സിലാക്കി അഹങ്കാരവും ഷാഠ്യബുദ്ധിയൊക്കെ കുറയ്ക്കുക. ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. കുടുംബത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും ഒക്കെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുക. മറ്റുള്ളവരുടെ പ്രേരണ മൂലം കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ അപകടങ്ങൾ ഉണ്ടാക്കും. കാരണം നമ്മുടെ കുടുംബ ബന്ധത്തിൽ ചില വിള്ളലുകളോ അങ്ങനെയൊക്കെ ഉണ്ടാകാവുന്ന സമയമാണ്. മറ്റുള്ളവരുടെ പ്രേരണ നിമിത്തം നമ്മൾ വരുത്തി വയ്ക്കുന്ന ചില കാര്യങ്ങൾ മീനക്കൂറുകാർക്ക്. അതൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വാക്കുകളും പ്രവൃത്തികളും ഒക്കെ വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. ആത്മീയതയിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നാമജപാദികളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ദോഷങ്ങൾ കുറയ്ക്കുക. ഇതൊരിക്കലും ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്ന് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്. അതിപ്പോഴും പലർക്കും അറിയില്ല. അതാണ് ഞാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ എടുത്ത് പറയുന്നത്. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾ ലഗ്നത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പറയുന്നത്. അത് മനസ്സിലാക്കുക. ഇത് വേദാദിദോഷങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ചാരവശാലുള്ള ഫലമാണ്. അപ്പോൾ എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്തേ.